എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 256-ാമത്തെയാണ്. അപ്പം റേക്കിയുടെ വീഡിയോസ് എന്ന് പറയുമ്പം ഇത് 3-ാമത്തെ വീഡിയോ ആണ്. ഇതിൽ ഞാൻ ചില പുതിയ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു. അതായത് ഫ്യൂച്ചർ ഓഫ് ദി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ കൊടുക്കുന്നത്. അതായത് ഇപ്പോഴത്തെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി അത് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് ഞാൻ പരാമർശിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇനി ഫ്യൂച്ചറിൽ എങ്ങനായിരിക്കണം നമ്മളുടെ അപ്രോച്ച് എന്നുള്ളതിനെക്കുറിച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ഇൻഫർമേഷൻ പങ്കിടാം എന്ന് വിചാരിക്കുന്നത്. അപ്പം ഈ ചക്ര ഹീലിങ്ങിൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രാണിക് ബോഡിയെക്കുറിച്ച് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. അപ്പം പ്രാണിക് ബോഡി എന്ന് വെച്ചാൽ എനർജി ബോഡി, ആസ്ട്രൽ ബോഡി എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ പ്രാണിക് ബോഡി എന്ന് പറയുന്നത് അന്നമയ കോശത്തിനെയും മനോമയ കോശത്തിനെയും ഇണയ്ക്കുന്ന ഒരു പാലമാണ് എന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. 3-ാമത്തെ പോയിൻറ്റ്, പ്രാണിക് ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ദേഹത്തിന് ഉള്ളിൽ വ്യാപിച്ചിട്ടുണ്ട്, പുറത്തും വ്യാപിച്ചിട്ടുണ്ട്. ഈ പുറത്ത് വ്യാപിച്ചിരിക്കുന്നതാണ്, അതിനെയാണ് ഓറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ദേഹത്തിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മളെ ചുറ്റി ഒരു ഓറ ഉണ്ട്. അതാണ് വെളിയിലുള്ള പ്രാണിക് ബോഡി. അപ്പം ഈ ഓറ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ വെച്ചാൽ എന്തുവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ അതിനകത്ത് ഇലക്ട്രിസിറ്റി, അതായത് നമ്മളെ ചുറ്റി ഒരു ഇലക്ട്രിസിറ്റി പോലെ ഒരു എനർജി, കറണ്ടല്ല അതുപോലെ ഉള്ള ഒരു എനർജി, മാഗ്നറ്റിക് ഫീൽഡ്, കാന്തശക്തി ഉണ്ട്. വേറൊന്നുമല്ല, ഈ പോളിയസ്റ്റർ തുണി നമ്മുടെ കയ്യിലെടുത്ത് വെച്ച് നോക്കണം, ഈ രോമങ്ങളൊക്കെ എണീച്ച് നിൽക്കും. അതാണ് അത് രണ്ടിനുമുള്ള ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡും ആ പോളിയസ്റ്റർ തുണിക്കുമുള്ള ഒരു അട്രാക്ഷൻ. മനസ്സിലായോ? അതാണ് ഓറയുടെ പവർ. അപ്പം ഈ ഓറ എന്ന് പറയുന്നത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാണ്, നമ്മളെ കാത്ത് സൂക്ഷിക്കുന്ന ഒരു, നമ്മുടെ ഫിസിക്കൽ ബോഡിയെ കാത്ത് സൂക്ഷിക്കുന്ന ഒരു കവചം. ഓക്കെ, ഈ കവചത്തിൽ ഏതെങ്കിലും നെഗറ്റിവിറ്റി നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്താൽ ഈ കവചത്തിൽ കുറേ വെട്ടുകളും പാടുകളും ഒക്കെ ഉണ്ടാകും. അതായത് ഡയറക്റ്റായിട്ട് പറയാൻ പോയാൽ നമ്മുടെ ഓറ ഈസ് ഡാമേജ്ഡ് എന്ന് വെച്ചാൽ എന്തുവാ, അതിൻ്റെ രൂപം, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ പവറ് എല്ലാം കുറയും. ഇപ്പം ഒരു പീസ് ഓഫ് ചേന എടുത്ത് പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ കൊത്തി വയ്ക്കുന്നു. അപ്പോൾ അതിനകത്ത് വെട്ടുകൾ വീഴും. ഒരു ചക്കയെ എടുത്ത് വെട്ടുന്നു, ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്തെല്ലാം വെട്ടിൻ്റെ പാട് വീഴും അല്ലേ? അതുമാതിരിയാണ് നമ്മുടെ ഓറയിൽ വെളിയിൽ നിന്നുള്ള നെഗറ്റിവിറ്റി, വെളിയിൽ നിന്നുള്ള ദുർശക്തികൾ, ഈ കൺദൃഷ്ടി, പ്രാക്ക്, ഇതെല്ലാം നമ്മുടെ ഓറയിൽ കുറേ ഡാമേജ് ഉണ്ടാക്കും, വെട്ടുകളുണ്ടാക്കും. പിന്നെ എന്ത് ചെയ്യും? ആ വെട്ടുകൾ വഴി ഈ കെട്ട ശക്തികളെല്ലാം അകത്ത് കയറി നമ്മുടെ മനസ്സിനെ ബാധിക്കും, ദേഹത്തിനെ ബാധിക്കും. ഇതാണ് സിമ്പിൾ അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകുന്നു? നമ്മൾ നമ്മുടെ പ്രാണിക് ബോഡിയെ അത്രത്തോളം സൂക്ഷിച്ച് വെക്കണം. നമ്മൾ സൂക്ഷിച്ച് കാത്തു വെച്ചാൽ അത് നമ്മളെ സൂക്ഷിക്കും. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം ഈ 1940 ആലോചിച്ച് നോക്കിയേ, എത്ര വർഷത്തിന് മുൻപേ, 1940 ഒരു റഷ്യൻ സയൻറ്റിസ്റ്റ്, സെമിയോൻ കിർലിയൻ, അങ്ങേരുടെ പേര് സെമിയോൻ കിർലിയൻ, അദ്ദേഹം നമ്മുടെ ഈ ഓറയിനെ ഫോട്ടോ എടുക്കാൻ ഒരു മെത്തേഡ് കണ്ടുപിടിച്ചു. പണ്ടൊക്കെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരുന്നു, ഇപ്പം പിന്നെ കളറായി, ഇപ്പം കളറിൽ ഡിജിറ്റലായി, ഇല്ലയോ? ഒരുപാട് മാറ്റങ്ങൾ വരുന്നു.
പക്ഷേ ഇതിനൊക്കെ മുന്നേ 1940 ഈ സെയ്മോൻ കിർലിയൻ എന്നുള്ള റഷ്യൻ നമ്മുടെ ഓറയിനെ എങ്ങനെ ഫോട്ടോ എടുക്കാം എന്നുള്ള മെത്തേഡ് കണ്ടുപിടിച്ചു. അപ്പോൾ ആ മെത്തേഡിന് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനെ റെക്കഗ്നൈസ് ചെയ്യുന്ന പോലെ ക്രില്ലിയൻ ഫോട്ടോഗ്രാഫി എന്നാണ് അതിൻ്റെ പേര്. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് ക്രില്ലിയൻ. സോ ക്രില്ലിയൻ ഫോട്ടോഗ്രാഫി എന്ന് പറയും. അതിന് പിന്നെ ഇപ്പം ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് വന്നു കാണും. പക്ഷേ നമുക്ക് ഇപ്പോഴും ആ ക്രില്ലിയൻ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് എനിക്ക് അറിയാവൂ. അപ്പോൾ ആ ക്രില്ലിയൻ ഫോട്ടോഗ്രാഫിയിൽ നമ്മുടെ ഓറയിനെ എടുക്കാൻ പറ്റും. നമ്മുടെ ഓറയിനെ എടുക്കുമ്പം അതിനകത്ത് അത് മുഴുവനേ ഉള്ള ഓറയാണോ, നല്ല തിക്കായിട്ടുണ്ടോ, ഡെൻസ് ഓറയാണോ, അതോ വളരെ ലോലമായിട്ട് ഉണ്ടോ, അത് വെള്ളയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രാണിക് ബോഡിയെ നമ്മൾ ഏത് രീതിയിലാണ് ചിത്രീകരിക്കേണ്ടിയേ, മനസ്സിൽ കാണേണ്ടിയെന്ന് വെച്ചാൽ ഈ മേഘക്കൂട്ടങ്ങൾ, ഈ പഞ്ഞി പോലെ വെളുത്ത അടർത്തിയായിട്ടുള്ളതല്ല, ഡെൻസല്ല, തിക്കായിട്ടുള്ളതല്ല, വെളുത്ത് ഇങ്ങനെ പൂ പോലെ ആകാശത്തിൽ കാറ്റടിക്കുമ്പോൾ അതിങ്ങനെ പോകും. അപ്പോൾ ഈ സ്കൈ ഗേസിങ് ചെയ്യുമ്പോഴൊക്കെ, പകൽ ഞാൻ സ്കൈ ഗേസിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വീട്ടിൻ്റെ അടുക്കളയുടെ വാതിൽക്ക് ഇരുന്നുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം ഒരു വലിയ വേഗത്തിലാണ് പോകുന്നത്. അപ്പം ഞാൻ ആലോചിക്കും, നിങ്ങളൊക്കെ എവിടാ പോകുന്നത്, എന്തോ സാധിക്കാനാണ് പോകുന്നത്, പോകുന്ന സ്പീഡ് കണ്ടാൽ എന്തോ വലിയ ഒരു കാര്യം സാധിക്കുന്ന പോലെയാണല്ലോ സ്പീഡിൽ പോകുന്നത്. അത് കാണാൻ നല്ല ഭംഗിയാണ്. എന്നുവെച്ചാൽ മഴയെല്ലാം ഇല്ലാതെ നല്ല വെയിലുള്ള സമയത്ത് ആകാശം ബ്ലൂ കളറിലിരിക്കും, അതിൻ്റെ താഴെ വൈറ്റ് കളറിൽ. ബ്ലൂ ആൻഡ് വൈറ്റ് ഈസ് ബ്യൂട്ടിഫുൾ സൈറ്റ് എന്നാണ് ഞങ്ങളുടെ അമ്മൂമ്മ പറയുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ്. അപ്പോൾ ആ സ്കൈ ബ്ലൂ കളറിൽ ആ വെള്ള മേഘം ഇങ്ങനെ ഓടുന്ന കാണുമ്പം നല്ല ഭംഗിയാണ്. അപ്പം അങ്ങനെയാണ് നമ്മളുടെ ഓറ ഉള്ളത്, അതായത് വെളുത്ത പഞ്ഞി പോലെ. പിന്നെ ഈ വെള്ള കളറ് എപ്പോഴും വെളുത്ത് തന്നെ ഇരിക്കണമെന്നില്ല ഓറയുടെ കളർ. അത് നമ്മളുടെ മൂഡ് അനുസരിച്ച് കറുക്കും, ഗ്രേ കളറാകും, റെഡ് കളറാകും, ദേഷ്യം വന്നാൽ ചുമന്ന കളറാകും. അങ്ങനെയൊക്കെ നമ്മുടെ ഓറയിൽ തന്നെ മാറ്റങ്ങൾ വരും. ഓക്കെ, അപ്പം അതൊരു കാര്യം. വേറൊരു കാര്യം, ഈ യോഗ ചെയ്തിട്ട് ഈ ഓറയിനെ കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ യോഗ, അതായത് ഒരാളിൻ്റെ ഓറയെ അളക്കുക, ഫോട്ടോ എടുത്ത് അളക്കുക, എത്ര അടി, എത്ര നീളം ഉണ്ടെന്ന്. ആ കോണ്ടെക്സ്റ്റിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഗൗതമ ബുദ്ധയുടെ ഓറ എന്ന് പറയുന്നത് 3 മൈലിന് നീണ്ടിരിക്കും. അതായത് ഗൗതമ ബുദ്ധയുടെ ദേഹത്തിനെ ചുറ്റി 360 ഡിഗ്രിയിൽ 3 മൈലിന് പരന്ന് വിരിഞ്ഞിരിക്കും. അപ്പോൾ ആലോചിച്ച് നോക്കി, എത്ര നെഗറ്റീവ് കൺദൃഷ്ടി വച്ചാലും അദ്ദേഹത്തിനെ അനക്കാനൊക്കത്തില്ല. ഓക്കെ, അതൊരു അപ്പം നമ്മളും പല സാധനങ്ങൾ ചെയ്ത് നമ്മളുടെ ഓറയിനെ ഇത്ര അടി എങ്കിലും അകറ്റി വെക്കണം വെച്ചാൽ അത്രയും ദൂരം വളർത്ത് വെക്കണം. അപ്പം ഈ കൺദൃഷ്ടി, കെട്ട ശക്തികൾ, നമ്മളെ ചുറ്റി കറങ്ങുന്ന കെട്ട ശക്തികൾ, അതൊന്നും നമ്മളെ ബാധിക്കാതിരിക്കും. അതുമാത്രമല്ല, മെൻ്റൽ ബോഡി, അതായത് മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ബെസ്റ്റായിട്ടിരിക്കും. അപ്പോൾ എപ്പോഴും ഓറയിനെ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് വെച്ചേക്കണം. അതിനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ചെയ്യാറുമുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വേണം. ഓക്കെ, അതുമാത്രമല്ല, ഇത് പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ 2019 ഡോക്ടർ എ മീനാക്ഷി അടുത്ത് ഞാൻ പഠിച്ചു റേക്കി ലെവൽ 1, 2, 3. അപ്പം അവരുടെ ഓഫീസിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായിരുന്നു. ആ ഇൻസ്ട്രുമെൻ്റ് വെച്ച് ഞങ്ങളുടെ ഓറ വേണ്ടുന്നവർക്ക് എക്സ്ട്രാ 500 കെട്ടിയാൽ നിങ്ങളുടെ ഓറ ഞാൻ അളന്ന് തരും. ഓഫീസിൽ പറഞ്ഞാൽ മതി, അവർ അളന്ന് തരും. അവരുടെ ഓഫീസിൽ ആളുകളൊക്കെ ഉണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഇതിനൊക്കെ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു സാർ വന്ന്, ഞാൻ ഉടനെ 500 രൂപ കെട്ടി, സാർ വന്ന് ഓറയിനെ അളന്ന് തന്നു. ആ പേപ്പർ ഇപ്പോഴും ഞാൻ വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ചക്രാസിൻ്റെ ആക്ടിവിറ്റീസൊക്കെ എത്ര എന്നുള്ളതൊക്കെ അതിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ അളന്ന് നമുക്ക് പറഞ്ഞു.
അത് എത്ര ദൂരം ശരിയോ തെറ്റോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. അതായത് എന്തോ അവർ പറയുന്നു, ഒരു ഗുരു പറയുന്നു, നമ്മൾ അനുസരിക്കുക. ഒരു 500 രൂപ കിട്ടിയാലെന്താ, പോട്ടെ, നമുക്കറിയാമല്ലോ നമ്മുടെ ഓറയുടെ സ്ഥിതിഗതി എങ്ങനെയാണെന്ന് അറിയാമല്ലോ ഒന്ന്. ഇതേപോലെ എൻ്റെ വേറൊരു ഗുരു യോഗീസ് രാജ സാറ്, അദ്ദേഹത്തിന് ഒരു ഇൻസ്ട്രുമെൻറ്റും വേണ്ട, കണ്ണുകൊണ്ട് തന്നെ പറയും. എന്താ വെച്ചാൽ അങ്ങേർക്ക് തേർഡ് ഐ ഓപ്പൺ ആയതാണ്, കൊച്ചിലേ തേർഡ് ഐ ഓപ്പൺ ആയതാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളെ കാണുമ്പം തന്നെ ഓറ എത്ര അടിയുണ്ടെന്ന് അദ്ദേഹം അളന്ന് പറയും. അത്ര കൃത്യം തുല്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും 2 അടി ഉണ്ട്. ഇപ്പം സാധാരണ ഒരു ആളിന് 2 അടി 3 അടി അതായത് നമ്മുടെ ദേഹത്തിൽ നിന്ന് ഒരു 2 അടിക്ക് ഓറായിരിക്കും. 1 അടി 2 അടി അത്രയ്ക്ക് നോർമലായിട്ട് സാധാരണപ്പെട്ട ആൾക്കാർക്ക്. ഈ ഓറയെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിന് വേണ്ടിയ സാധനങ്ങളൊക്കെ ചെയ്യുമ്പം അതിങ്ങനെ വിരിഞ്ഞ് വരും. അപ്പം യോഗീസ് രാജ സാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങളുടെ ഓറയെ കാണുക എങ്ങനെയാണെന്ന്, അതിനൊക്കെ ടെക്നിക്സ് ഉണ്ട്. അതേപോലെ മറ്റവരുടെ ഓറയെ കാണുന്നത് എങ്ങനെയാണ്, മറ്റവരുടെ ഓറയെ അളക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പോയാൽ മതി, ഇതെല്ലാം പറഞ്ഞു തരും. അപ്പം വേറൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ, ഞങ്ങൾ 4 പെണ്ണുങ്ങൾ ഒന്നിച്ചാണ് പോയത്. അപ്പോൾ വേറൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ ഓറയെ അളക്കാൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. അപ്പം അവരെപ്പോഴും പറയും ഈ നെറ്റിയിൽ വലിയ വേദനയാണെന്ന്. അപ്പം ഞങ്ങളുടെ സാറ് പറഞ്ഞു അത് 3ാം കണ്ണിൻ്റെ ആക്ടിവേഷനാണ്, അതുകൊണ്ടാണ് വേദന എന്ന്. അപ്പോൾ അവരുടെ ഓറ അളക്കുമ്പം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, അവരുടെ തലയിൽ നിന്ന് ഇങ്ങനെ വന്ന് ഈ നെറ്റിയിലുണ്ടല്ലോ ഇങ്ങനെ ഓറ, പിന്നെ ബാക്കി. അപ്പോൾ ഈ ഓറ ഇവിടെ പ്രൊജക്റ്റഡ് ഇരിക്കുന്നു, അതിങ്ങനെ ഒരു വാഴക്കൂമ്പ് പോലെ ഇരിക്കുന്നു. അത് എന്നെ കണ്ണുകൊണ്ട് കണ്ടു. അതുപോലെ നമുക്കും കണ്ണുകൊണ്ടും കാണാൻ പറ്റും, പക്ഷേ അതിനൊക്കെ കുറച്ച് ട്രെയിനിങ് വേണം. അപ്പം ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ എൻ്റെ ഗുരു യോഗീസ് രാജ സാറിൻ്റെ അടുത്ത് മറക്കാതെ എൻ്റെ ഓറ പഠിക്കാൻ പറയും റീഡ് ചെയ്യാൻ. സാർ എൻ്റെ ഓറ എത്ര അടി ഉണ്ടെന്ന് പറയണം സാർ, എത്ര അടി ഉണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹം അതിൽ നിന്നൊരു ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഉടനെ ആ ഷീറ്റിലെടുത്ത്, ഞാൻ ആ ഷീറ്റിൻ്റെ വേണമെങ്കിലും കാണിച്ചു തരാം. ആ ഷീറ്റ് എടുത്ത് അതിൽ ഇത്ര. അപ്പോൾ ആദ്യം എൻ്റെ ഇത് ചെയ്തപ്പം 12 അടി ഉണ്ടെന്ന് പറഞ്ഞു. 12 to 14 എന്ന് വെച്ചാൽ കൃത്യം തുല്യമായിട്ട് പറയാൻ പറ്റില്ല, ഒരു 10, 12, 14 അടി ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെയും അടുത്ത പ്രാവശ്യം ഞാൻ പോകുമ്പോഴും സാറേ എനിക്ക് 6 നോക്കണം സാർ എന്ന് പറഞ്ഞു. അപ്പോൾ 16 അടി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സാധന ചെയ്യുമ്പോഴാണ് ഈ ഓറ വികസിച്ച് വരുന്നത്. അപ്പോൾ എത്രയ്ക്ക് വിരിഞ്ഞിരിക്കുന്നോ അത്രയ്ക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ, ഓക്കെ, നമുക്ക് സുരക്ഷിതം, സേഫ്റ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുമാത്രമല്ല, സാർ ഞങ്ങളൊക്കെ ഊട്ടിയിലൊരു ക്യാമ്പ് നടത്തി. ഊട്ടിയിൽ ക്യാമ്പ് ഉണ്ടായിരുന്നു, കൊടൈക്കനാലിൽ, കുട്രാലത്തിൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. എല്ലാ ക്യാമ്പിനും ഞാൻ പോകും. അങ്ങനെ ഊട്ടിയിൽ ഒരു പ്രാവശ്യം ക്യാമ്പ് നടത്തിയപ്പം സാർ ഫസ്റ്റ് ഞങ്ങളെല്ലാവരെയും 65 പേരുണ്ടായിരുന്നു, എല്ലാവരെയും വിളിച്ച് ഓറ റീഡ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും ഓറ റീഡ് ചെയ്ത് അപ്പം തന്നെ പറയും, അപ്പം തന്നെ നമുക്ക് എഴുതി തരും, അല്ലെങ്കിൽ റെക്കോർഡിൽ നമ്മൾ കുറിച്ച് വെച്ചോണം, അത്രയേ ഉള്ളൂ. അപ്പം ചെയ്തിട്ട് ഞാൻ പോയപ്പം ഓറ നന്നായിട്ടുണ്ട്, സ്ട്രോങ് ആണ്. അപ്പം നിങ്ങളുടെ തലയെ ചുറ്റി നല്ല ഒരു ഗോൾഡൻ ഓറ ഉണ്ട്, അതിനെ നിങ്ങൾ ഫർദറായിട്ട് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം എന്ന് പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അന്നത്തെ മീറ്റിങ്ങിൽ ഈ 60-65 പേരുടെ ഓറയും റീഡ് ചെയ്ത പിന്നീട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. മീറ്റിംഗ് ഉണ്ടായിരുന്നു, മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചായിരുന്നു മീറ്റിംഗ്. അപ്പോൾ സാറ് പറഞ്ഞു, ഞാനത് വിചാരിച്ചില്ല, എനിക്കത് അറിഞ്ഞും കൂടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു, ഇവിടെ ഇത്രയും പേരുള്ള നിങ്ങളുടെ എല്ലാവരുടെയും ഓറ ഞാൻ റീഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെയും കുഴപ്പമില്ലാതെ തന്നെ ഇരിക്കുന്നു, എന്നാൽ ഇത് ഇനി നിങ്ങൾ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും പേരിൽ ഒരേ ഒരാളിനാണ് ഗോൾഡൻ ആറ കണ്ടത്, തലയെ ചുറ്റി ഒരേ ഒരാളിനാണ് ഗോൾഡൻ ആറ കണ്ടത്, അത് വത്സല മേഡത്തിനാണ്. എൻ്റെ ദൈവമേ, അങ്ങനെ ഒരു വാക്ക് എന്താണോ, ഗോൾഡൻ ആറ നിങ്ങൾക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞില്ല. എന്നുവെച്ചാൽ ഞാൻ ഇടയിൽ 3-ാമത്തെ 4-ാമത്തെ ആളായിട്ട് പോയി, പിന്നെയും ബാക്കി ഒരുപാട് പേരെ സാറ് കണ്ടിരിക്കുന്നു. സോ അങ്ങനെ പറഞ്ഞപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ വത്സല മേഡത്തിന് മാത്രമാണ് ആ ഗോൾഡൻ ആറ കണ്ടത് എന്ന് പറഞ്ഞു. എന്തിനാടാ പറഞ്ഞേ സാറെന്നായിപ്പോയി എനിക്ക്. എന്താ വെച്ചാൽ അപ്പം തന്നെ ഉടനെ ഇല്ല, ഞാൻ പുറകിലിരിക്കുമായിരുന്നു, അപ്പം തന്നെ എല്ലാവരും എന്നെ നോക്കി. പിന്നെ സാറ് ടീ ബ്രേക്ക് വിട്ടപ്പം എല്ലാവരും എൻ്റെ അടുത്ത് വന്ന്,
സാർ എത്രയോ മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്, സാധനങ്ങൾ ഇഷ്ടം പോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാവുന്ന അത്രയും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അതിൽ ഞങ്ങൾ ചൂസ് ചെയ്ത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാവരും. അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് സാർ പറഞ്ഞു തന്നതിൽ ഏത് സാധനയാണ് നിങ്ങൾ ചെയ്തേ, എങ്ങനെ നിങ്ങൾക്ക് മാത്രം ഗോൾഡൻ ആറ വന്നു എന്ന് എല്ലാവരും വന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. സാർ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് പറഞ്ഞു തന്ന പോലെയാണല്ലോ എനിക്കും പറഞ്ഞു തന്നേ. അതിലേക്ക് കുറച്ചൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് ചെയ്യും, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഗോൾഡൻ ഓറ വരണമെന്ന് ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഉള്ളിൽ വേറൊരു ആൻസറാണ് ഉള്ളത്. അതായത് അത് എനിക്ക് അവരുടെ മുഖത്ത് നോക്കി പറയാനൊരു മടി. അവർ വേറെ എന്നെ തെറ്റിദ്ധരിക്കും എന്നുള്ളതുകൊണ്ടാണ്, അവരെ ഹേർട്ട് ചെയ്യേണ്ട, അവരുടെ മനസ്സിനെ ഒരു വേദനിപ്പിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നന്നായിരിക്കും. എന്ന് നമ്മുടെ മനസ്സ് നന്നായിരിക്കുന്നോ അന്ന് വൈറ്റ് ആറ, ഗോൾഡൻ ആറ, സകലത് നമുക്ക് വരും. അപ്പം സ്വാഭാവികമായിട്ടേ നമ്മൾ ഓരോ ദിവസം കൂടുമ്പോഴും നമ്മുടെ മനസ്സിനെ നന്നാക്കി വെക്കണം. അതാണ് തിരുമൂലരെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. അത് തിരുമൂലർ തമിഴ്നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ജ്ഞാനിയാണ്, ഒരു സിദ്ധനാണ്. അദ്ദേഹമാണ് 3000 വർഷം ജീവിച്ചിരുന്നു എന്ന് പറയുന്നത്. അപ്പം തിരുമൂലർ എഴുതിയ ഒരു ബുക്ക്, തിരുമൂലർ എഴുതിയ തിരുമന്ദിരം എന്ന് പറഞ്ഞാൽ അതിൽ 3000 പാട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹം 3000 വർഷം ജീവിച്ചിരുന്നത് ഒരു വർഷത്തേക്ക് ഒരു പാട്ടേ പാടത്തുള്ളൂ. അതൊക്കെ കേട്ടാൽ സ്പിരിച്വാലിറ്റിയുടെ അങ്ങേ അറ്റത്തെ സംഗതികളാണ്. അങ്ങനെ പറയും, എന്തൊക്കെ ചെയ്താൽ നീ ദൈവമാകാം, എന്തൊക്കെ ചെയ്താൽ നിനക്ക് മോക്ഷം കിട്ടും, അത് പഠിച്ചാലേ മതി, വേറെ ഒന്നുമേ പഠിക്കണ്ട. പക്ഷേ ചുമ്മാ വായിച്ചാൽ പോരാ, അതുപോലെ പ്രവർത്തിക്കണം, അതുപോലെ സാധനകൾ നമ്മൾ ചെയ്യണം. അപ്പം ഒരു പാട്ടിൽ തിരുമൂലർ പറഞ്ഞതാണ്, മനമത് ചെമ്മയാനാൽ മന്ദിരം ജപിക്ക വേണ്ടാം. ഇത് തമിഴാണെങ്കിലും നമ്മുടെ മലയാളീസിന് നല്ലപോലെ മനസ്സിലാകും. നേരത്തെയും ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനമത് ചെമ്മയാനാൽ, ചെമ്മയാച്ചാൽ നേരെ ചൊവ്വേ ഇരുന്നാൽ, അതായത് നല്ല മനസ്സുണ്ടെങ്കിൽ, മനസ്സ് ചെമ്മയാനാൽ, നന്നായാൽ മന്ദിരം ജപിക്ക വേണ്ടാം. മന്ത്രം ജപിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് 3 മണിക്ക് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണ്ണിച്ച് മന്ത്രം ചൊല്ലാനും സാധന ചെയ്യാനും യോഗ ചെയ്യാനും ബ്രീതിങ് എക്സസൈസ്, നാഡിശുദ്ധി, പ്രാണായാമ, പിന്നെ അമ്പലമായിട്ട് കയറി ഇറങ്ങുന്നു, പൂജ ചെയ്യുന്നു, ശ്ലോകം പറയുന്നു, ഒന്നുമേ വേണ്ട. നമ്മളുടെ മനസ്സിനെ, അതായത് മനസാ വാച കർമ്മണ, നമ്മളുടെ തലയിൽ ഉണ്ടാകുന്ന തോട്ട്സ്, വിചാരങ്ങൾ, നാക്കി വരുന്ന വാക്ക്, നമ്മളുടെ ചെയ്ത്ത്, ഇത് 3ഉം ഒരേ നേർക്കോട്ടിൽ ഇരുന്നാൽ അതിൻ്റെ പേരാണ് ഓത്തൻറ്റിസിറ്റി, വാക്ക് ശുദ്ധി. വാക്ക് ശുദ്ധമാണെങ്കിൽ തലയിൽ ഉദിക്കുന്ന വിചാരങ്ങൾ ശുദ്ധമാകണം. ഇത്രയും മാത്രം വെച്ചാൽ മതി. അവനവൻ്റെ കടമയെ ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ എണീച്ചാൽ രാത്രി കിടക്കുന്നവരെ ലൈഫ്സ് പർപ്പസ് നോക്കി ചെയ്യുക, നിങ്ങളുടെ സോൾ പർപ്പസിനെ നോക്കി ചെയ്യുക. ഇത് രണ്ടും ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നാൽ മതി. മനസ്സ് തന്നെത്താനെ ചെമ്മയാകും, മനസ്സ് നേരെ ചൊവ്വയാകും. മനസ്സ് നേരെ ചൊവ്വയായ വേറൊന്നും വേണ്ട, നിങ്ങൾ സിദ്ധനാണ്, നിങ്ങൾ മുക്തനാണ്, നിങ്ങൾക്ക് മുക്തി കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് ആ മനസ്സിന്. ഓക്കെ, സോ ഈ ഓറയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ഒന്ന് പറയണമെന്ന് തോന്നിയത്. അതായത് എനിക്ക് നിങ്ങളോട് ഇതെല്ലാം പങ്കിടുന്നത് എൻ്റെ പൊങ്ങച്ചം പറയാനല്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു കടാക്ഷമില്ലാതെ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് എനിക്കറിയാം ഞാൻ ആരുമേ അല്ല, ഞാൻ ഒന്നുമേ അല്ല. പക്ഷേ നിങ്ങളോട് പങ്കിടുമ്പം എനിക്കൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ ഇതൊക്കെ എല്ലാവരും കേൾക്കാനില്ല, ഇങ്ങനത്തെ സംഗതികളൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് തമിഴ് ചാനലിലോ ഇംഗ്ലീഷ് ചാനലിലോ ഒന്നും പറയത്തില്ല. തമിഴ് ചാനലിലെങ്കിലും കുറച്ച് പറയും, ഇംഗ്ലീഷ് ചാനലിലൊന്നും ഇതൊന്നും അത്ര പറയത്തേയില്ല. അതിൻ്റെ ഡ്യൂറേഷൻ നോക്കിക്കോളൂ, വളരെ കുറവാണ്. എന്നുവെച്ചാൽ ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ എനിക്ക് മലയാള ചാനലിൽ നിങ്ങളുടെ കൂടെ പങ്കിടുന്നതിലാണ് എനിക്കൊരു സന്തോഷം.
ഓക്കെ, അതാണ് മലയാള ചാനലിലുള്ള വീഡിയോസാണ് ഡ്യൂറേഷൻ കൂടുതൽ. ഓക്കെ, പിന്നെ അപ്പം ഈ ഓറയെക്കുറിച്ച് ഗവേഷണം നടത്താൻ ഈ ക്രില്ലിയൻ ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ചല്ലോ. ഇനി പിന്നെ അതിൻ്റെ പുറയിലാണല്ലോ എല്ലാവരും. അങ്ങനെ ഓറ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാം എന്ന് പറഞ്ഞ് ആദ്യം ഒരാളുടെ ഓറ എടുക്കും. അതിന് പിന്നെ യോഗ ചെയ്യും. യോഗ ചെയ്തേ പിന്നീട് ഓറയെ അളക്കും. അപ്പം യോഗ ചെയ്തേ പിന്നീട് ഓറ കുറച്ചുകൂടെ സ്ട്രോങ് ആകുന്നതായിട്ട് ഈ ക്രില്ലിയൻ ഫോട്ടോഗ്രാഫിയിൽ കണ്ടുപിടിച്ചു. ഓക്കെ, അതേപോലെ ജിമ്മിൽ പോകുന്നുണ്ടല്ലോ, ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാർ ജിമ്മിൽ പോകുന്നതിന് മുമ്പേ ഓറ അളന്നു, ജിമ്മിൽ പോയിട്ട് വന്നേ പിന്നീട് ഓറ അളന്നു, ജിമ്മിൽ പോയിട്ട് വന്നേ പിന്നീട് ഓറയിൽ യാതൊരു മാറ്റവും ഇല്ല. ഇതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ മോളൊക്കെ ജിമ്മിൽ പോകും. ഒരു 10 വർഷത്തിന് മുമ്പേ അവൾ കല്യാണത്തിന് മുമ്പേ അവൾ ജിമ്മിലൊക്കെ പോകും. അപ്പോൾ ഞാൻ പറയും, ഇതൊക്കെ വേസ്റ്റ് ഡി, കാശിനെ കരിയാക്കാതെ 15,000 20,000 കൊണ്ടേ കെട്ടുന്നു. അതിനെക്കാട്ടിലും നല്ല ഓപ്പൺ സ്പേസിൽ രാവിലെ ഒന്ന് പോയി നടക്ക്, വീട്ടിൽ മേനി അനങ്ങിയ കുറച്ച് ജോലി ചെയ്യും, അത് മതി. നമ്മളെന്തോ 6 പാക്ക് വളക്കുന്നതിനായിട്ടാണോ ജിമ്മിൽ പോകുന്നത്? അങ്ങനെ ഉദ്ദേശമുള്ള ആണുങ്ങൾ പോകുന്നെങ്കിൽ ഓക്കെ. അല്ലാതെ അളവിന് മീറി അങ്ങനെ ഈ ജിമ്മിലൊക്കെ പോകുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ പോകുന്നതിൽ എനിക്ക് യാതൊരു ഉടൻപാടും ഇല്ല, അതിനോട് യാതൊരു യോജിപ്പും ഇല്ല. ഓക്കെ, അപ്പം ജിംനാസ്റ്റിക്സ് എക്സസൈസൊക്കെ ചെയ്തേ പിന്നീട് അളന്ന് നോക്കിയപ്പം ഓറയിൽ ഒരു ചേഞ്ച് ഇല്ല. ഇപ്പം ഇപ്പം ഞാൻ പറയാൻ വരുന്നത് എന്തുവാന്ന് വെച്ചാൽ, ആൾക്കാരുടെ ഇതിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി. അപ്പോൾ അവർ പറയുന്നത്, ഈ നമുക്ക് നാളെ എന്ന് വെച്ചാൽ ഒരു 5 വർഷം കഴിഞ്ഞ്, ഒരു 8 വർഷം കഴിഞ്ഞ് നമുക്ക് മാരക രോഗങ്ങൾ വരുന്നെങ്കിൽ അത് ഇപ്പം തന്നെ ഓറായി വെച്ച് കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഫസ്റ്റ് ഡാമേജ് ഉണ്ടാകുന്നത്, അപാകത ഉണ്ടാകുന്നത് ഓറയിലാണ്. അതാണ് പിന്നെ മനസ്സിനെയും ദേഹത്തിനെയും ബാധിക്കുന്നത്. അപ്പം ഈ ക്യാൻസർ വരെ നമുക്ക് വരാൻ സാധ്യതയുണ്ടോയെന്ന് ഇപ്പം തന്നെ കണ്ടുപിടിക്കാം, ഓറയിനെ പഠിക്കാൻ അറിഞ്ഞാൽ മതി എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ച് ചിലരൊക്കെ നല്ല റിസർച്ച് നടത്തിയിട്ടുണ്ട്, ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു ഡോക്ടറേറ്റ് വാങ്ങിച്ച ഒരു ആൾ റിച്ചേർഡ് ജെർബർ എന്നുള്ള ഒരു വലിയൊരു ഡോക്ടറേറ്റ് വാങ്ങിച്ച ഒരു ആൾ, അദ്ദേഹം വൈബ്രേഷണൽ മെഡിസിൻ, അതായത് ഒരു ബുക്ക് എഴുതി, അതിനെക്കുറിച്ച് ഒരുപാട് പഠനം നടത്തി ഒരു ബുക്കായിട്ട് എഴുതി, വൈബ്രേഷണൽ മെഡിസിൻ, ന്യൂ ചോയ്സസ് ഫോർ ഹീലിംഗ് അവർ സെൽസ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര്. ഇത് ഞാൻ ടാഗിലിടാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വായിച്ച് നോക്കുക. അപ്പം ബൈ റിച്ചേർഡ് ഗാർബർ. അപ്പോൾ അദ്ദേഹം എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, അതായത് ഈ വെസ്റ്റേൺ കൺട്രീസ്, ഈസ്റ്റേൺ കൺട്രീസ് എന്ന് പറയും. ഈ വെസ്റ്റേൺ കൺട്രീസ് എന്ന് വെച്ചാൽ ഫോറിൻ കൺട്രീസ് എന്ന് വെച്ചാൽ ഈ യൂറോപ്പ്, USA, UK, അതെല്ലാം വെസ്റ്റേൺ കൺട്രീസ്. ഈസ്റ്റേൺ കൺട്രീസ് എന്ന് വെച്ചാൽ ഇന്ത്യ, ടിബറ്റ്, നേപ്പാൾ, ബർമ്മ, അതെല്ലാം ഉള്ളത് ഈസ്റ്റേൺ കൺട്രീസ്. അപ്പം ഈ ഈസ്റ്റേൺ കൺട്രീസിലാണ്, അതായത് ഒന്നും വേണ്ട, നമ്മുടെ ഇന്ത്യ, അതിൽ ഫസ്റ്റ് വരുന്ന ഇന്ത്യ, ടിബറ്റ് ഭയങ്കര ഒരു സ്പിരിച്വൽ നാടാണ്. വെച്ചാൽ ദേ ആർ ക്ലോസർ ടു കൈലാഷ്. അപ്പം ടിബറ്റ്, നേപ്പാൾ, ഇന്ത്യ, ഇതൊക്കെ എപ്പോഴുമേ ആത്മീയതയോട് അടുത്ത് ഉള്ള ഒരു സ്ഥലങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒട്ടുമൊത്തമായിട്ട് ഒരു സ്ഥലമായിട്ട് നോക്കുമ്പം ഇവിടുത്തെ അക്കാലത്തെ ട്രീറ്റ്മെൻറ്റ് ടെക്നിക്സ് എന്ന് പറയുന്നത് വളരെ പഴയ കാലത്തെ ടെക്നിക്സാണ്, എസ്പെഷ്യലി നമ്മുടെ ആയുർവേദം. അപ്പോൾ ഈ ആയുർവേദ വൈദ്യന്മാരൊക്കെ ഒരുപാട് ടെക്നിക്സ് അവർക്ക് അറിഞ്ഞിരുന്നു, ഒരുപാട് പേരെ ചികിത്സിച്ചിരുന്നു. ഓക്കെ, അപ്പം ഇന്ത്യയിലുള്ള ആയുർവേദിക് ഡോക്ടേഴ്സ്, തായോയിസ്റ്റ്,
ഹൻസ ഹീലേഴ്സ് ഇതുപോലെയൊക്കെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹം ഒരു ഫോറിനർ ആണല്ലോ. അപ്പോൾ അദ്ദേഹം വെസ്റ്റേൺ കൺട്രീസിനെയും വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെസ്റ്റേൺ കൺട്രീസിലും ഉണ്ട് ഇതുപോലെ. അപ്പം ഏകദേശം ഒരു 2000 വർഷത്തിന് മുമ്പേയൊക്കെ ഈ ഹീലിംഗ് ടെക്നിക്സൊക്കെ ഒരുപാട് ചെയ്തു വന്നിരുന്നു വെസ്റ്റേൺ കൺട്രീസിലും. അതിലാണ് ജീസസ്, ബുദ്ധ, ഗൗതമ ബുദ്ധ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ജോൺ ദ ഡിവൈൻ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഈ ഹീലിങ്ങിന് വളരെ ഫേമസ് ആയിരുന്നു. അതായത് ഡയറക്റ്റ് ഹീലിംഗ് കൊടുക്കും, ഡിസ്റ്റൻറ്റ് ഹീലിംഗും കൊടുക്കും. അവർക്ക് കണ്ണ് കാണാത്ത ദൂരത്തിലുള്ള ഒരു പേഷ്യൻറ്റിനെയും അവർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം ഇദ്ദേഹം നമ്മുടെ റിച്ചാർഡ് ജെർബർ എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ വെസ്റ്റേൺ വലുതോ ഈസ്റ്റേൺ വലുതോ എന്നൊന്നും നോക്കരുത്. ഇനി നമ്മളുടെ ഈ ലോകത്തിലുള്ള ആൾക്കാർക്ക് ചികിത്സിക്കണമെങ്കിൽ വെസ്റ്റേൺ ടൈപ്പും ഈ ഇന്ത്യയിലുള്ള ആയുർവേദ ടൈപ്പും അതുപോലെയുള്ള പല കാര്യങ്ങൾ ഹീലിംഗ് ടെക്നിക്സിനെല്ലാം ഒന്നിച്ച് ചേർത്ത് ഇനിയും വരുന്ന കാലത്ത് വൈബ്രേഷണൽ മെഡിസിൻ എന്ന് വേണം അതിനെ പറയാൻ. ഇത് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇൻ ഫ്യൂച്ചർ, അതായത് ഇനി വരുന്ന കാലത്ത് നമ്മൾ സംസാരിക്കുന്നതെല്ലാവേ വൈബ്രേഷൻസ്, എനർജി, ഫ്രീക്വൻസി ഈ ടേംസിലായിരിക്കും. ഇപ്പം ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് എൻ്റെയും അവൻ്റെയും കെമിസ്ട്രി ശരിയാവുന്നില്ല, ഒത്തുവരുന്നില്ല, അവൻ്റെയും കെമിസ്ട്രി ശരിയല്ല. അപ്പോൾ എന്തുവാ, അവൻ്റെ ചിന്താഗതിയും എൻ്റെ ചിന്താഗതിയും ഒത്തുപോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കെമിസ്ട്രി ശരിയല്ല, വൈബ്സ് ശരിയല്ല, ഫ്രീക്വൻസി ശരിയല്ല, ഇപ്പോഴേ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇനിയുള്ള കാലത്ത് നമ്മളുടെ അസുഖങ്ങളെ ഏത് രീതിയിൽ അളക്കുമെന്ന് വെച്ചാൽ ഇൻ ടേംസ് ഓഫ് വൈബ്രേഷൻ, എനർജി, ഓറ, ഫ്രീക്വൻസി, ഈ സംസാരമായിരിക്കും കൂടുതൽ. അപ്പം ഈ ജെർബർ എന്തു പറയുന്നതെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് വൈബ്രേഷണൽ മെഡിസിനെ പറയാം. ഇതിൻ്റെ പേരാണ് ഹോളിസ്റ്റിക് അപ്രോച്ച്. ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് വെച്ചാൽ ഞാൻ വലുത്, നീ വലുത്, ഈസ്റ്റ് വലുത്, വെസ്റ്റ് വലുത് എന്നൊന്നും നോക്കണ്ട. എല്ലാ സ്ഥലത്തു നിന്നും എല്ലാ ആൾക്കാരുടെയും നല്ല മെത്തേഡ്സ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അതിനെ വൈബ്രേഷണൽ മെഡിസിൻ എന്ന് പറഞ്ഞ് നമുക്കതിന്, അതായത് അദ്ദേഹം അടിച്ചുറച്ച് പറയുന്നു ചെയ്യാവുന്നല്ല, ഇനി ഫ്യൂച്ചറിൽ ഇതേ നടക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ അസുഖം എന്ന് പറഞ്ഞാൽ ഇനി CT സ്കാനും MRI സ്കാനും ഒക്കെ മാറ്റി വെച്ചിട്ട് ഓറയെ അളക്കും ഫസ്റ്റ് ഡോക്ടർ. അതിനെ ഓറയിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ അറിയണം. ഓറയിൽ എന്തൊക്കെ ഉണ്ട്, ഇതുകൊണ്ട് ഏതൊക്കെ ഡിസീസ് വരാം. അത് മുൻകൂട്ടിയേ ഒരു ഡിസീസ് വരുന്നതിന് മുമ്പേ അതിൻ്റെ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞാൽ, എസ്പെഷ്യലി ക്യാൻസർ, കിഡ്നി ഫെയിലിയർ, ഇതൊക്കെ നേരത്തെ അറിഞ്ഞാൽ നമുക്ക് അതിനെ വരാതിരിക്കാനുള്ള മാറ്റുവഴികൾ ചെയ്താൽ പോരെ. ആ ക്യാൻസർ വന്ന് കഷ്ടപ്പെട്ട് മരിച്ചാലേ പഠിക്കത്തുള്ളൂ എന്ന് എന്തോ ഇരിക്കുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കണം. ട്രിവാൻഡ്രത്ത് RCCയിൽ പോയാൽ ജീവിതമേ മതിയാകും. അത്രയ്ക്ക് കൊച്ചു കുഞ്ഞുങ്ങൾ, കൊച്ചു പയ്യന്മാർ, പെൺപിള്ളേർ തലയെല്ലാം മുടിയെല്ലാം എടുത്ത് റേഡിയേഷൻ ചെയ്ത് കീമോയിൽ പോയിട്ട്, ദൈവമേ, നമ്മുടെ വിരോധിക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോകും. അപ്പോൾ അത്രയും മാരക രോഗമായ ഈ ക്യാൻസറൊക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ കണ്ടുപിടിച്ചാൽ എത്ര നല്ലത്. കണ്ടുപിടിച്ച് ചികിത്സ, അതുമാത്രമല്ല ഈ ക്യാൻസറൊക്കെ സൈലൻറ്റ് കില്ലറാണ്. ബ്രസ്റ്റിൽ ക്യാൻസർ വന്നാൽ ആദ്യം ഒന്നും അറിയത്തില്ല. എവിടെ ക്യാൻസർ വന്നാലും ഫസ്റ്റ് സ്റ്റേജ് അറിയത്തില്ല, സെക്കൻഡ് സ്റ്റേജ് അറിയത്തില്ല, തേർഡ് സ്റ്റേജിലായിരിക്കും എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് വരുന്നത്. അതുപോലും സാധാരണപ്പെട്ട ആൾക്കാർ അതിനെ ഇഗ്നോർ ചെയ്യും, അതിനെ തള്ളിക്കളയും. കൂടി വരുമ്പം ഇനി എന്നെക്കൊണ്ട് പറ്റൂല എന്ന് വരുമ്പോഴായിരിക്കും നമ്മൾ ഡോക്ടർക്ക് പോകുന്നത്. അപ്പോഴത്തേക്ക് ഡോക്ടർ കണ്ടുപിടിക്കും നിങ്ങൾ തേർഡ് സ്റ്റേജിലാണ്, ഫോർത്ത് സ്റ്റേജിലാണ്, കൈമലത്തും. എന്നെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യാനൊക്കത്തില്ല. തേർഡ് സ്റ്റേജ് ആണെങ്കിൽ കീമോതെറപ്പി ചെയ്യേ, റേഡിയേഷൻ ചെയ്യേ,
4th സ്റ്റേജിലാകുമ്പം അടുത്തത് മരിക്കുന്നതേ ഉള്ളൂ, വേറെ വഴിയില്ല. അപ്പോൾ ഇത്രയും മാരക രോഗങ്ങൾ എത്രയോ ഉണ്ട്. ഹാർട്ട് അറ്റാക്കിൽ പെട്ടെന്ന് മരിക്കുന്നു, സ്ട്രോക്ക് വരുന്നു, പാരാലിസിസ് ആവുന്നു. അപ്പോൾ ഇത്രയും മാരക രോഗങ്ങളെല്ലാം മുൻകൂട്ടി വരാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മുടെ ആറായിനെ കണക്കിട്ട് അതിനുള്ള വെട്ടും തുണ്ടും കാര്യങ്ങളും ഡാമേജും ഒക്കെ കണക്കിട്ട് പറയുവാണെങ്കിൽ അതിനെ നേരെയാക്കിയാൽ പോരെ, എത്ര നല്ല ഒരു ജീവിതം ജീവിക്കാം നമുക്ക്. അതിനെയാണ് ഇദ്ദേഹം ഗവേഷണം നടത്തി ഒരു ഇതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെ ബുക്കിൽ എഴുതിയിരിക്കുവാണ്, നൗ ഈസ് ദ ടൈം ടു ബിഗിൻ സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ. സീരിയസ് ആയിട്ട് നമ്മൾ ഗവേഷണം നടത്തേണ്ട സമയം ഇപ്പോഴാണ്. ഓഫ് ദ ഈത്തറിക് എന്ന് വെച്ചാൽ പ്രാണിക് ബോഡി, ഓഫ് ദ ഈത്തറിക് ആൻഡ് ടു ഡെവലപ്പ് ആൻ ഈത്തറിക് സയൻസ്. അങ്ങനെ ഒരു സയൻസ് കൊണ്ടുപോവാം, ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞ ഒരു സയൻസ് കൊണ്ടുപോവാം. അതായിരിക്കും ഇനി ഫ്യൂച്ചറിൽ ട്രീറ്റ്മെൻറ്റിന് നല്ലത്. ഈത്തറിക് സയൻസ് ടു ബാലൻസ് അവർ പ്രസൻറ്റ് ഫിസിക്കൽ മെറ്റീരിയൽ സയൻസ്. ഈ വെസ്റ്റേണേഴ്സ് ഫോറിനേഴ്സിന് ആത്മീയത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാന്നൊന്നുമല്ല, അതായത് 90% ആൾക്കാരും മെറ്റീരിയലിസ്റ്റിക്കാണ്. കാശുണ്ടാക്കണം, എൻജോയ് ചെയ്യണം, നല്ല കഴിക്കണം, വീക്കെൻഡ്സിലൊക്കെ ടൂറ് പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഒരാഴ്ച കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയെ ആ വീക്കെൻഡ് തന്നെ അടിച്ച് പൊളിച്ച് കളയണം. ലിവ് എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കൂടുതലും ഈ മെറ്റീരിയലിസ്റ്റിക് പ്ലഷറിലാണ് അവർക്ക് ഇൻട്രസ്റ്റ്. ഒരുപക്ഷെ അവരുടെ സ്വാധിഷ്ഠാനമൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കും. പക്ഷേ അതാണ് ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്, ഈത്തറിക് സയൻസ് ടു ബാലൻസ്. ഈ ബാലൻസ് എന്നുള്ള വാക്കാണ് നമുക്ക് വേണ്ടിയത്. അതായത് ഈ ചക്ര ഹീലിങ്ങിൽ ഈ ചക്രാസിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം, ഞാൻ പഠിപ്പിച്ചു കൊടുത്തപ്പോഴെല്ലാം ഞാൻ തിരിച്ചും പറഞ്ഞത് അതാണ്. ഒരു ചക്ര നല്ല പ്രവർത്തിക്കുന്നു, ഓവർ ആക്റ്റീവ് ശരിയല്ല, ഹൈപ്പോ ആക്റ്റീവ് ശരിയല്ല, ബാലൻസ്ഡ് ആയിട്ടിരിക്കണം. അപ്പോൾ ഈ ചക്ര ഹീലിംഗ് എല്ലാം നമ്മൾ ചെയ്യുന്നത് അതിനെ ബാലൻസ്ഡ് ആയിട്ട് ഇരുത്താനാണ്. എന്നുവെച്ചാൽ നമുക്കൊരു മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ, ഈ ലൗകിക ജീവിതത്തിൽ സാധാരണ നല്ല ഒരു ജീവിതം, അത് ബാലൻസ്ഡായിട്ട് പോകണം. അതാണ് ചക്ര ഹീലിംഗ്. അപ്പം ഇത്രയൊക്കെ പറഞ്ഞ് ഇപ്പം വത്സമ്മ എന്തിനാ ഇതിനെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളുടെ വീഡിയോക്കളെല്ലാം റേക്കിയെക്കുറിച്ചാണല്ലോ. റേക്കിയും ഇതിൽ ഒന്നാണ്. അതാണ് ഞാൻ പറയാൻ വരുന്നത്. ഓക്കെ, ചക്ര ഹീലിംഗ്, റേക്കി മുഖാന്തരം ചക്രാനെ ഹീൽ ചെയ്യാം. നമ്മൾ പല രീതിയിൽ നമ്മളെ ചെയ്യാം. റേക്കി എന്ന് വെച്ചാൽ റേക്കി മാസ്റ്ററുടെ അടുത്ത് പോയി നമുക്ക് ചികിത്സ തേടിക്കൊണ്ട് വരാം, നേടാം. ഓക്കെ, അതാണ് പറയുന്നത്. സോ അദ്ദേഹം പറയുന്നത് എന്താണോ, ഈ റിച്ചർഡ് ജർബർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ മനുഷ്യദേഹവും പല ഡയമെൻഷൻസിലൂടെ ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമ്മളുള്ളത് 3D വേൾഡ്, 4D ഉണ്ട്, 5D ഉണ്ട്, 6D ഉണ്ട്, 11D 12D വരെ ആളുകൾ പറയുന്നു. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമുക്ക് 5Dയുടെ കൂടെയെങ്കിലും ഒരു ഇൻട്രാക്ഷൻ വേണം. ഈ 5D എന്ന് പറയുന്നത് എന്തുവാ, നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സ്, ആസ്ട്രൽ മാസ്റ്റേഴ്സ്, അതായത് നമ്മളുടെ ഗുരുക്കന്മാർ, വലിയ ഗുരുക്കന്മാരെല്ലാം അവിടെ ഉണ്ട്. അപ്പം അവരുടെ ഗൈഡൻസ് എടുത്താലേ മതി. അപ്പോൾ നമ്മളെ അറിയാണ്ട് തന്നെ നമ്മുടെ ദേഹം, നമ്മുടെ മനസ്സ് പല ഡയമെൻഷൻസുള്ള ആളുകളോട് ആ ശക്തി, ആളെന്ന് പറയരുത്, ആ ശക്തികളോട് നമ്മൾ ഈ പരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക, ഇൻട്രാക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, he depicts the humans as having a series of multi-dimensional energy field. So പല ഡയമെൻഷൻസിൽ ആ എനർജി ഫീലോട് നമ്മൾ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുവാണ്. സോ നൗ ഈസ് ദ ടൈം ടു ഐഡൻറ്റിഫൈ ദ ഡിസീസ് that become manifest
അറ്റ് അവർ ഫിസിക്കൽ ലെവൽ വേ അഹെഡ് ഓഫ് ഇറ്റ്സ് അപ്പിയറൻസ്. അതായത് നമ്മളുടെ ദേഹത്ത് ഒരു അസുഖം വരുന്നതിന് എത്രയോ മുന്നേ നമുക്ക് അതിനെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ അതിൻ്റെ പേരാണ് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ള ഒരു സംഗതിയാണ് ഈ റേക്കി ഹീലിംഗ്, ഹാൻഡ്സ് ഓൺ ഹീലിംഗ്. നമ്മുടെ ഇടത് കൈ വെച്ച് റേക്കിയുടെ എനർജിയെ ഉൾവാങ്ങി വലത് കൈ കൊണ്ട് ഹീൽ ചെയ്യണം, അല്ലെങ്കിൽ 2 കൈ കൊണ്ട് ഹീൽ ചെയ്യാം. ഒരു പേഷ്യൻറ്റിനെ തൊടേണ്ട ആവശ്യമേ ഇല്ല. പേഷ്യൻറ്റിനെ ദേഹത്തിൻ്റെ മീതെ കൈ വെച്ച് നമുക്ക് ഹീൽ ചെയ്യാം. ദൂരെ ഉള്ളവർക്ക് ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്യാം. ഓൺലൈൻ വഴി നമുക്ക് റേക്കി എനർജിയെ അയക്കാം. മനസ്സിലായോ? അപ്പം ഈ റേക്കി ഇനി, അതായത് ഞാൻ എന്തോ പറഞ്ഞേ, അമേരിക്കയിലൊക്കെ മില്യൺസ് ഓഫ് ആൾക്കാർ റേക്കി ചെയ്യാൻ തുടങ്ങി. റേക്കി മുഖാന്തരം അവർ അവരുടെ അസുഖങ്ങളെ മാറ്റാൻ തുടങ്ങി. അപ്പോൾ ഇനി അതുകൊണ്ടാണ് ഞാനും വിചാരിച്ച് ഏതോ എൻ്റെ ലെവലിൽ ചെറിയ ഒരു തോതിൽ എല്ലാവർക്കും ഈ റേക്കിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം. അപ്പം അവരും റേക്കി പഠിക്കുന്നെങ്കിൽ പഠിക്കട്ടെ, അല്ലെങ്കിൽ റേക്കി ഹീലിങ്ങിന് പോകട്ടെ. വെറുതെ മരുന്ന് ഗുളിക എല്ലാം ഇട്ട് കഴിച്ച് നാളെ കിഡ്നി ഫെയിലിയർ എന്ന് പറഞ്ഞ് ഡയാലിസിസ് പോകുന്നതിനെക്കാട്ടിലും ഇതിൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. അപ്പം അതല്ലേ ഏറ്റവും നല്ലത്. ഇപ്പം റേക്കിയും ഈ ഹോളിസ്റ്റിക് അപ്രോച്ചിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയൊക്കെ ഒരു അവയർനെസ് കൊണ്ടുവരണം, അത്രയേ ഉള്ളൂ എൻ്റെ. ഓക്കെ, സോ ഈ ചക്ര ഹീലിങ്ങിനെ കൊണ്ട് അവയർനെസ് പറഞ്ഞു. അപ്പോൾ അത് എത്ര പേര് പഠിച്ചു, എത്ര പേര് ക്ലാസ് അറ്റൻഡ് ചെയ്തു, അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. അതുമാത്രമല്ല, നമുക്കത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് നമുക്ക് തോന്നത്തുള്ളൂ. എത്രയോ പേര് കാണുന്നു എൻ്റെ ഷോർട്സും വീഡിയോസും. എത്ര പേര് ഫീസ് അടച്ച് ക്ലാസ്സിൽ മെനക്കെട്ടിരുന്ന് പഠിച്ചെടുക്കുന്നു. അതിനും ഒരു പ്രാപ്തം വേണം. ആ സമയം വരുമ്പോൾ വന്നോളൂ. അതുകൊണ്ടാണ് ഡോണ്ട് കമ്പൽ എനി വൺ. ആരെയും നമ്മൾ കമ്പൽ ചെയ്യാൻ പാടില്ല. പക്ഷെ പറഞ്ഞു കൊടുക്കാം, ഇന്നതാണെന്ന് പറയാം, അതിൽ തെറ്റില്ല. ഓക്കെ, സോ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ.